എസ് ഐക്ക് ഇപ്പോൾ മാർക്ക് കുറയുന്നത് എസ് ഐയുടെ ട്രെൻഡ് മാറിയതുകൊണ്ടാണ്, എസ് ഐയുടെ സ്റ്റൈല് മാറിയതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. ചില ആൾക്കാരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ ചില കള്ളങ്ങൾ മഹാന്മാരടക്കം പറഞ്ഞിട്ടില്ലേ? ഫിലോസഫിക്കൽ എസ് ഐ എഴുതാൻ അറിഞ്ഞുകൂടാതെ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോയിട്ട് കാര്യമില്ല. എന്നാൽ എസ് ഐക്ക് മാത്രമാണ് 80 മാർക്ക് മുതൽ 145 മാർക്ക് വരെ അല്ലെങ്കിൽ 150 മാർക്ക് വരെയും പോകാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു കൺസൈസ് ഐഡിയ പറയാതെ, ഒരു കൊഹറൻ്റ് ഐഡിയ പറയാതെ സ്കാറ്റേഡ് ആയി പോകുക. എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഫ്ലവറി ലാംഗ്വേജ് അല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് UPSC തന്നെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ 80s അതിനെ മാർക്ക് കുറച്ചിടുന്നത് പോലും. ബിക്കോസ് എസ് ഐ ഇപ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഫ്രെയിം വർക്കും തീംസും ഡിഫറൻ്റ് ആട്ടോ. എപ്പോഴും നമുക്കുള്ള ക്വസ്റ്റ്യൻ ആ എസ് എ പേപ്പറിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനൊക്കെ ടൂൾസ് ഉണ്ട്, റെമഡീസ് ഉണ്ട്. ഇതിനൊക്കെ പല രീതിയിലുള്ള ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. സോ എസ് ഐ ഈസ് ഓൾ അബൌട്ട് പിക്ചറൈസേഷൻ. സോ ആൻറ്റിതെസിസ് നമ്മൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ലെജൻഡറി IAS മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC മെയിൻസിന്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടായ SA എന്ന പേപ്പറിനെ കുറിച്ചാണ്. ഇതിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് ലെജൻഡറി IAS മെന്ററിന്റെ ചീഫ് മെന്ററായ നിതിൻ ചക്രവർത്തി സാറാണ്. വെൽക്കം സർ. SA പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ UPSC പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എവിടെയാണ് SA പേപ്പർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഡൗട്ടാണ്. അതായത് പ്രിലിംസിന് മുമ്പാണോ, പ്രിലിംസിന് ശേഷമാണോ, എവിടെ പ്ലേസ് ചെയ്യണം, എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് SA നമ്മുടെ മെയിൻസിന്റെ മാർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാം. ഓക്കെ. സോ SA സാധാരണഗതിയിൽ നമ്മളെല്ലാവരും തന്നെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്തൊന്നും ആസ്പിറൻസ് സാധാരണഗതിയിൽ SA എഴുതി നോക്കാറില്ല. ഇപ്പോൾ പിന്നെ എഴുതി നോക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എസ്സേയുടെ പേപ്പർ മാർക്ക് നന്നായിട്ട് കുറയുന്നുണ്ട്. അതായത് മുമ്പ് 135, 140 മാർക്സ് മേടിച്ചിരുന്ന ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനടക്കം, ടോപ്പേഴ്സിനടക്കം അത് 80s-ലേക്കും 90s-ലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് UPSC കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എസ്സേ എന്നുള്ള പേപ്പറിനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അമൃതയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്? ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പോഴേ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. കാരണം മെയിൻസിന് ശേഷമുള്ള, അതായത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എക്സാമിനേഷനിലേക്കുള്ള വിൻഡോ എന്ന് പറയുന്നത് 3 മാസം അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 മാസത്തിനിടയ്ക്ക് നമുക്ക് GSൻ്റെ ആൻസേഴ്സ് പോളിഷ് ചെയ്യാനുണ്ടാകും, എത്തിക്സിനെ പോളിഷ് ചെയ്യാനുണ്ടാകും, അതുപോലെ തന്നെ എസ്സേയും പോളിഷ് ചെയ്യാനുണ്ടാകും. അപ്പോൾ എസ്സേ എന്ന് പറയുന്നത് ഒരു ലിറ്ററേച്ചർ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് വേണ്ടത്. ലിറ്ററേച്ചർ കൈൻഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു GS ആൻസർ എഴുതുന്നത് പോലെയല്ല എസ്സേ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലേക്കുട്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് എസ്സേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, എവിടെ തൊട്ട് പ്രിപ്പയർ ചെയ്യണം? പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്രിലിമിനറി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് പ്രിലിമിനറി പ്രിപ്പറേഷൻ? നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അനക്ഡോട്ട്സ്, ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കഥകൾ, അല്ലെങ്കിൽ ഈ എസ്സേയെ പറ്റി ബോധ്യമുണ്ടാവുക, എസ്സേയുടെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളൊരു കൃത്യമായൊരു അറിവുണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ എസ്സേ എന്ന് പറയുന്ന പേപ്പർ നോൺ ഫിലോസഫിക്കൽ എസ്സേസും ഉണ്ട്, ഫിലോസഫിക്കൽ എസ്സേസും ഉണ്ട്. 8 ക്വസ്റ്റ്യൻസ് ആണ് എസ്സേക്ക് വരുന്നത്. അതിൽ 2 നമ്മൾ എഴുതിയാൽ മതി, പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ട്. അപ്പോൾ ഈ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും, ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫിലോസഫിയെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും, ഇതിന് എന്തൊക്കെ എക്സാമ്പിൾസ് കൊടുക്കണമെന്നും എന്നൊക്കെയുള്ളത് അവസാന നിമിഷം സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ വർക്ക് ചെയ്യത്തില്ല. കാലേക്കുട്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇത് ജസ്റ്റ് ലൈക്ക് എനി അതർ GS പേപ്പർ, ഇറ്റ് ഈസ് സോ ഡാം സിഗ്നിഫിക്കൻറ്റ്. കാരണം ഒരു GS പേപ്പറിന് ഒരു ടോപ്പർ കിട്ടുന്ന മാർക്ക്, ലെറ്റ്സ് അസ്യൂം GS 1 എടുക്കൂ, അതിനൊരു ഹയസ്റ്റ് കിട്ടുന്ന മാർക്ക് 110, 120 ഹയസ്റ്റ് കിട്ടുക. അതിൻ്റെ ഒരു താഴത്തെ മാർക്ക് എന്ന് പറയുന്നത് 60s-ലേക്കും 55-ലേക്കും വരെയും പോകാം. എന്നാൽ ഒരു ടോപ്പർക്ക് ഒരു ആവറേജ് പെർഫോമിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു 100 റാങ്ക് ഒക്കെ വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു മാർക്ക് ഒരു 100-നും 110-നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹോവർ ചെയ്യും. GS 2 ആണെങ്കിൽ അങ്ങനെയാണ്, 120-ക്കും ഒരു 105-നും ഇടയ്ക്ക് ഹോവർ ചെയ്യും. GS 3 ആകുമ്പോഴേക്കും ഒരു 85-നും 95-നും ഇടയ്ക്ക് ഹോവർ ചെയ്യും. ചില കേസുകളിൽ 100 വരും. GS 4 ആകുമ്പോഴേക്കും അത് 120-ലേക്ക് പോകും. ഇങ്ങനെയാണല്ലോ ഒരു GS പേപ്പറുകളുടെ ഒരു രീതി. എന്നാൽ എസ്സേക്ക് മാത്രമാണ് 80 മാർക്ക് മുതൽ 145 മാർക്ക് വരെ, അല്ലെങ്കിൽ 150 മാർക്ക് വരെയും പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നോക്കി, 80 മുതൽ 140 വരെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് GS പേപ്പറിന് കൊടുക്കുന്നതിൻ്റെ ഒരു 1/5 എഫേർട്ട്, 1/5 എഫേർട്ട് ഇട്ടാൽ പോലും ഇത് നമുക്ക് 80s നിന്ന് ലിഫ്റ്റ് ചെയ്ത് 140s എത്തിക്കാം.
സോ ഇത്രയും ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു പേപ്പറാണത്. സോ ഡെഫിനറ്റ് ആയിട്ടും എസ് എക്ക് പ്രിപ്പറേഷൻ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് UPSC തന്നെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ 80സിലേക്ക് തന്നെ മാർക്ക് കുറച്ചിടുന്നത് പോലും. ബിക്കോസ് എസ് ഇപ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടറായി മാറി. ഒരു എക്സാം ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ GS ഉണ്ടാകുന്ന പരിക്ക് അവിടെ പോളിഷ് ചെയ്തെടുക്കാം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ എസ് പ്രയർ ടു ദി പ്രിലിംസിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രിലിമിനറി പ്രിപ്പറേഷൻ, സെക്കൻഡറി പ്രിപ്പറേഷൻ ഒക്കെ നടത്തിപ്പോണം. ഈ സെക്കൻഡറി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്. ടെർഷറി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ ട്യൂണിംഗ് ആണ്. ഈ ടെർഷറി പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മുടെ ആ 3 months ഗ്യാപ്പിൽ പ്രിലിംസിനും മെയിൻസിനും ഇടയ്ക്കുള്ള വിൻഡോയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് സ്വന്തം വീക്ക്നെസ്സും സ്ട്രെങ്ത്തും തിരിച്ചറിയുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലരും തൻ്റെ വീക്ക്നെസ് തിരിച്ചറിയാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് എസ്സേയിലുള്ള തൻ്റെ വീക്ക്നെസ് തിരിച്ചറിയുക, സ്ട്രെങ്തൻ ആയിട്ടുള്ള പാർട്ടിനെ എങ്ങനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാം? ഓക്കെ, എഴുതുമ്പോൾ നമ്മൾ ചില ടെക്നിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എഴുതുന്ന ഭാഷ, ലാംഗ്വേജ്. GS ആകുമ്പോഴേക്കും നമുക്ക് പോയിന്റ്സ് എഴുതിയിട്ട് സബ്സ്റ്റാൻഷിയേറ്റിന് എക്സാമ്പിൾ കൊടുത്താൽ മതി. അതല്ലല്ലോ, ഒരു ലിറ്റററി വർക്കാണ്. സോ അതിന് നമുക്ക് ഭാവം വേണം, എഴുതുന്നതിന് എക്സ്പ്രസീവ് ആയിരിക്കണം. അപ്പോൾ മാത്രമല്ല ഈ ഓരോ ഫിലോസഫിയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് വായനക്കാരന് മനസ്സിലാവണം. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതാൻ പറ്റണം. ഒരു ക്ലട്ടർ പാടില്ല, ജാർഗൺസ് ഉപയോഗിക്കരുത്, ചെറിയ സെൻറ്റൻസുകളിൽ എഴുതണം. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ ചെറിയ സെൻറ്റൻസിൽ എഴുതണം എന്ന് പറയുന്നത് ഒരു റൂളൊന്നുമല്ല. നമുക്ക് ഒരാൾക്ക് വായിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പാകത്തിന് ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ എസ്സേസിനെ പറ്റി നമ്മൾ എഴുതി തുടങ്ങിയാൽ മാത്രമേ എസ്സേക്ക് നമുക്കുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് GSനൊക്കെ നല്ല പ്രിപ്പയർ ചെയ്യുന്ന മാർക്കുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എസ്സേസ് ദേ ഫെച്ച് വെരി ലോ മാർക്സ്. മെയിൻ പ്രശ്നം ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസാണ്. എസ്സേ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി കൂടി കറക്റ്റ് ആവേണ്ട ഒരു പേപ്പറാണ്. യു ആർ ആൻ ആസ്പിറൻറ്റ്, സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഉന്നത പദവിയിലേക്ക് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു സീറ്റിലേക്ക് പോകുന്ന ഒരാളാണ്. IAS IPS IFS ഒക്കെ ആയിട്ട് മാറേണ്ട ആളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾക്ക് ലാംഗ്വേജ് കപ്പാസിറ്റി വേണം, അല്ലേ? അപ്പോൾ അത് വേണം. നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ഒരു ഗ്രിപ്പ് അത്യാവശ്യമാണ്. രണ്ടാമതാണ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഫ്ലവറി ലാംഗ്വേജ് അല്ല. അപ്പോൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വായനക്കാരന് നമ്മൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ ആശയം തന്നെ കിട്ടണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചർ എന്താ? നമ്മുടെ സങ്കല്പത്തിന് വിടും. ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അതേസമയം ഞാൻ പറയാണ്, ഒരാൾ ഇങ്ങനത്തെ ഒരു കസേരയിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നോ, ചരിഞ്ഞിരിക്കുന്നോ, ചുവന്നൊടുപ്പിട്ടിരിക്കുന്നോ എന്ന് പറയുമ്പം അത് കുറച്ചും കൂടി എക്സ്പ്രസീവായി വായിക്കുന്ന ആൾക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും. സോ എസ്സേ ഈസ് ഓൾ അബൌട്ട് പിക്ചറൈസേഷൻ. നമ്മൾ വായനക്കാരന് അത് പിക്ചേഴ്സ്, മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമല്ല. എഴുത്തിലൂടെ എഴുതി കഴിഞ്ഞ് അത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് മെൻറ്ററെ കൊടുത്ത് വെറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ ഗ്രാമറ്റിക്കൽ ഇഷ്യൂ, 2 എക്സ്പ്രസീവായിട്ട് എഴുതാൻ പറ്റാത്തത്, 3 നമ്മൾ ഐഡിയാസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്കാറ്റേഡ് ആയി പോകും. അതായത് ഒരു കൺസൈസ് ഐഡിയ പറയാതെ, ഒരു കൊഹറൻ്റ് ഐഡിയ പറയാതെ സ്കാറ്റേഡ് ആയി പോവുക. അതായത് ഒരാശയത്തിൽ പറഞ്ഞു തുടങ്ങും, ചെന്ന് നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും. നമുക്കൊരാശയത്തിൽ തുടങ്ങി അതേ ആശയത്തിൽ തന്നെ ഫിനിഷ് ചെയ്യണം. ആ ആശയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പറയേണ്ടി വരും. സോ ഇതൊരു പ്രശ്നമാണ്. അതുപോലെ മറ്റൊരു ഇഷ്യൂ ആണ് എസ്സേ എഴുതുമ്പോൾ ഫ്ലോ ഇല്ലാതെ പോകുന്നത്. നമ്മൾ അതും ഒരു പാരഗ്രാഫ് ടു പാരഗ്രാഫ് കണക്ഷൻ ഇല്ലാതെ, പുലബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു രീതി. മറ്റൊരു ഇഷ്യൂ ആണ് ഡയറക്ഷൻലെസ് ആയിട്ട് പോകുന്നത്. എഴുതി പോകുന്നത് വായനക്കാരന് മനസ്സിലാവില്ല ഈ എസ്സേ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ടൂൾസ് ഉണ്ട്, റെമഡീസ് ഉണ്ട്. ഇതിനൊക്കെ പല രീതിയിലുള്ള ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴേക്കും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിഭിന്നമായ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ എസ്സേ എഴുതുമ്പോൾ പിള്ളേർക്ക് പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ റെക്ടിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. അത് നേരത്തെ തന്നെ എഴുതി ശീലിച്ച് മെൻറ്ററെ കൊടുത്ത് വെറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുക. മറ്റൊരു കാര്യം, ഈ എസ്സേയുടെ ട്രാൻസ്ഫോർമേഷൻ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എസ്സേക്ക് ഇപ്പോൾ മാർക്ക് കുറയുന്നത് എസ്സേയുടെ ട്രെൻഡ് മാറിയതുകൊണ്ടാണ്, എസ്സേയുടെ സ്റ്റൈൽ മാറിയതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. എസ്സേയുടെ സ്റ്റൈൽ എങ്ങനെയാണ് മാറുന്നത്? എസ്സേ റൈറ്റിംഗ് ഒരു ലിറ്റററി വർക്കാണല്ലോ. അത് സ്റ്റൈൽ മാറുന്നതല്ല, ക്വാളിറ്റി ഓഫ് ദി എസ്സേസ് കൂടുന്നതുകൊണ്ടാണ്. നമ്മൾ ക്വാളിറ്റി കൂട്ടിയാൽ മതി. നമ്മൾ ടോപ്പേഴ്സിൻ്റെ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാജിക് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടോപ്പേഴ്സിൻ്റെ പേപ്പറിൽ കാണുന്നത്. ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഐഡിയ അല്ല. കുറേ ടോപ്പേഴ്സിൻ്റെ പേപ്പർ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ പരീക്ഷകൾക്ക് ഞാൻ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, വിച്ച് ഹാസ് yielded me results. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. ഒരു പുതിയ കാര്യമല്ല, ചെയ്യുന്ന കാര്യത്തിനെ വൃത്തിയാക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
നമ്മൾ അതുപോലെ GS പേപ്പേഴ്സിന് നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ഫ്രെയിംവർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടും ഒരു ലിമിറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് നമുക്ക് GSന് അറിയാം 10 മാർക്കിന് എത്ര കൊടുക്കണം, 20 മാർക്കിന് എത്ര കൊടുക്കണം എന്നുള്ളത്. എന്നാൽ ഒരിക്കലും നമ്മൾ എസ്സേ വരുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. ടൈം മാനേജ്മെന്റ് എങ്ങനെ എസ്സേയിൽ നമുക്ക് യൂസ് ചെയ്യാം, ഫ്രെയിംവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം? ഓക്കെ, ഈ ഫ്രെയിം വർക്കിനെ പറ്റി പറയുമ്പോൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ടെക്നിക്കൽ സാധനമാണ്, എസ്സേ റൈറ്റിങ്ങിൻ്റെ അകത്തുള്ള ഫ്രെയിം വർക്ക്. അപ്പോൾ ഫ്രെയിം വർക്കും തീംസും ഡിഫറെൻ്റ് ആട്ടോ. ഞാൻ ആദ്യം തീംസിനെ പറ്റി പറഞ്ഞിട്ട് ഫ്രെയിം വർക്കിലേക്ക് വരാം, പിന്നെ ടൈം മാനേജ്മെൻറ്റിലേക്ക് വരാം. തീം എന്ന് പറയുന്നത് ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എസ്സേ, ഫസ്റ്റ് യു ഷുഡ് ഐഡൻറ്റിഫൈ വാട്ട് തീംസ് ആർ ബീങ് ആസ്ക്ഡ് റിപ്പീറ്റഡ്ലി. സോ സൊസൈറ്റി എന്ന് പറയുന്നൊരു ആസ്പെക്ട് അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു തീമുണ്ട്. ആ തീമിൽ നിന്ന് എല്ലാ വട്ടവും തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തീമാണ് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ തീമിൽ നിന്ന് എല്ലാ വർഷവും ഒരു ഫിലോസഫിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു തീമാണ് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇവല്യൂഷൻ. അപ്പോൾ ഈ തീമിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ഒരു 5-6 തീമുകളുണ്ട്. ഈ തീമുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യം വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തീമിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഫ്രെയിം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻറ്റ് വേണം, ഇതിന് കൊടുക്കാൻ പറ്റുന്ന റിലേറ്റബിൾ എക്സാമ്പിൾസ് വേണം, ഫിലോസഫിക്കൽ ഡെപ്തിൽ പറയാൻ പറ്റുന്ന കോട്ട്സ് ഒരുപക്ഷെ വേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ആ പ്രിലിമിനറി പ്രിപ്പറേഷൻ ഫേസിൽ ചെയ്ത് വെക്കേണ്ട ഹോംവർക്കുകളാണ്. നമ്മൾ സെക്കൻഡറി പ്രിപ്പറേഷനിൽ റൈറ്റിംഗ് തുടങ്ങുമ്പോൾ ഇതിനെയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐഡിയ കിട്ടിയോ, തീംസ് എന്താണെന്നുള്ളത്. ഇനി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഓരോ എസ്സേയും ഓരോ തരം ഫ്രെയിം വർക്കിൽ ഫിക്സ് ചെയ്യാം. ചില എസ്സേസ് എന്ന് പറയുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ റിലീജിയനും സയൻസും തമ്മിലൊരു കോൺട്രഡിക്ഷനെ പറ്റി അല്ലെങ്കിൽ രണ്ടും കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു തീമാണ് വരുന്നത്. റിലീജിയൻ വേഴ്സസ് സയൻസ് ഏതാണ് വേണ്ടത് എന്നുള്ള ചോദ്യം വന്നാൽ അവിടെ നമുക്കൊരു ഡിബേറ്റബിൾ ടോണിലാണ് ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ റിലീജിയനെ പറ്റി പറയുന്നു, സയൻസിനെ പറ്റി പറയുന്നു, അത് ഡിബേറ്റബിൾ രീതിയിലായിരിക്കും, രണ്ടിൻ്റെയും പ്രോസും കോൺസും പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും എസ്സേ സെറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു ഗ്ലോബൽ ഇവൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരാൾ ഇൻഡിവിജ്വൽ വളർന്നൊരു ഹൗ ഷുഡ് ആൻ ഇൻഡിവിജ്വൽ ബി എന്നുള്ള ചോദ്യത്തെ അഡ്രസ് ചെയ്യുമ്പോഴേക്കും ഒരു പൂ വിടരുന്നത് പോലെ ലെയേഴ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓണിയനെ പീൽ ഓഫ് ചെയ്യുന്നത് പോലെ ലെയേഴ്സ് ആയിട്ടായിരിക്കും. ഒരു ഇൻഡിവിജ്വൽ ലെവൽ എങ്ങനെയാണ്, ഒരു ഫാമിലി ലെവൽ എങ്ങനെയാണ്, ഒരു സൊസൈറ്റി ലെവൽ എങ്ങനെയാണ്, ഒരു ഗ്ലോബൽ ലെവൽ, അങ്ങനെ പലതരത്തിലുള്ള ഫ്രെയിം വർക്കുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ദി തീം. അപ്പോൾ നമ്മൾ ഒരു ഈ 4-5 തീംസിൽ എല്ലാ വർഷവും ഈ പറഞ്ഞ 4-5 തീംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 3-4 തീംസ് എല്ലാം വേറെ ആയിരിക്കുക. ആ തീംസിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് കണ്ടൻറ്റ് സെറ്റാക്കി വെക്കുക, അതിനുള്ള അനക്ഡോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക, കഥകളുണ്ടെങ്കിൽ റിലേറ്റബിൾ കഥകൾ കൊണ്ടുവരിക, അതിനെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക, ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ഇല്ലാതെ എഴുതാൻ പഠിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ ചെയ്തു വെക്കേണ്ടത്. ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ എസ്സേ എന്ന് പറയുന്ന സാധനം ഒരു ദിവസം ഇരുന്ന് എസ്സേ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മാസം ഞാൻ എസ്സേക്ക് കൊടുക്കുക, അതും വർക്കാവത്തില്ല. എസ്സേ എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ടാർഗറ്റായിട്ട് ചെയ്താൽ മതി. ഞാനൊരു തീം എടുക്കുന്നു, ലെറ്റ്സ് സേ മാൻ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു തീം എടുക്കുന്നു, എന്നിട്ട് ഞാൻ ആ തീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. നെക്സ്റ്റ് വീക്ക് ഞാൻ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ തീം എടുക്കുന്നു, ആ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ തീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ആ തീമിലേക്ക് വർക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വിമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഞാൻ ചിലപ്പോൾ കളക്ട് ചെയ്യും, വിമനെ പറ്റിയുള്ള ഫേമസ് കോട്ട്സ് ഞാൻ കളക്ട് ചെയ്യും. ഇനി ഇവരുടെ കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മമാരെ പറ്റിയുള്ളൊരു കഥ പറയാനുണ്ടെങ്കിൽ ഞാൻ അത് ചിലപ്പോൾ കളക്ട് ചെയ്ത് വെക്കും. ഇങ്ങനെയുള്ള ഹോംവർക്കുകളില്ലേ, ഇത് ഞാൻ ആ പ്രിലിമിനറി ഫേസിൽ ചെയ്ത് വെക്കും. ഇതൊരു വീക്ക്ലി ബേസിൽ ചെയ്താൽ പോലും ഒരു 6-7 ആഴ്ച കൊണ്ട് തീമുകൾ കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രഷൻ വേണം. നമുക്ക് വീക്ക്ലി ഒരു 2 hours കൊടുത്താൽ മതി എസ്സേക്ക്. വെരി സിമ്പിൾ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എസ്സേക്ക് നമ്മൾ എഴുതുന്ന സമയത്തുള്ള ടൈം മാനേജ്മെന്റ്, എത്ര നേരം നമ്മൾ ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം, ആ എക്സാം ഹാളിലിരുന്ന് നമുക്ക് എങ്ങനെയാണ് ടൈം അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഓക്കെ, നമുക്ക് 3 hours ആണല്ലോ എസ്സേ പേപ്പറിനുള്ളത്. ദാറ്റ് ഇംപ്ലൈസ് 1.5 മണിക്കൂർ വീതം ഓരോ ക്വസ്റ്റ്യനും കിട്ടും. ഈ 1.5 മണിക്കൂറിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതുന്നതിന് കൂടുതൽ സമയം കൊടുക്കാതെ ചിന്തിക്കുന്നതിന് കൂടുതൽ സമയം കൊടുക്കുക. എന്ന് വെച്ച് 1.5 മണിക്കൂറും കൊടുക്കുക എന്നല്ല, ഒരു 1/2 മണിക്കൂറെങ്കിലും സോളിഡായിട്ട് ആലോചിക്കുക. നമ്മൾ തീംസൊക്കെ ഓൾറെഡി പഠിച്ചു പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എപ്പോഴും നമുക്കുള്ള ക്വസ്റ്റ്യൻ ആ എസ്സേ പേപ്പറിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ പേഴ്സണലി നമുക്ക് ഏറ്റവും ഇതെനിക്കറിയാം, ഇതെന്നെ പറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് റിയലൈസേഷൻ എന്നൊരു സാധനം എടുക്കും നോക്കി. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ സെൽഫ് റിയലൈസ് ചെയ്ത മൊമെൻറ്റുകളുണ്ടാവും എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷനെ പറ്റി എനിക്കൊരു അഭിപ്രായം കാണും. ചില പുസ്തകങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ എടുക്കുന്നത്, എന്തിനാ ചിലപ്പോൾ ചില മിത്തുകളിലൂടെ ആയിരിക്കും നമുക്ക് റിലേറ്റബിൾ ആവുന്നത്, അല്ലേ?
ചിലപ്പോൾ ചില കഥകളിലൂടെ ആയിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആവുന്ന ഒരു എസ്സേ എടുക്കുക എന്നുള്ളതാണ്. റിലേറ്റബിൾ ആകുമ്പോഴുള്ള ഗുണം മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു എസ്സേയുടെ ചോദ്യം വായിച്ചാൽ കൃത്യമായി മനസ്സിലായ ചോദ്യം വേണം ചൂസ് ചെയ്യാൻ. 2, നമുക്ക് പറയാൻ കാര്യങ്ങൾ വേണം, കണ്ടന്റ് വേണം, എക്സാമ്പിൾസ് വേണം, റിലേറ്റബിൾ ആയിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെ ഡയമെൻഷൻസ് പിക്ക് ചെയ്യാൻ പറ്റണം. ഒത്തിരി ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡയമെൻഷൻസ് അല്ല, വായനക്കാരന് വായിക്കാൻ പറ്റുന്ന വൈവിധ്യമാർന്ന ഡയമെൻഷൻസ്, ഡൈവേഴ്സിറ്റി ഉള്ള ഡയമെൻഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇതൊക്കെ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ എഴുതി എന്തൊക്കെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ കുറേ ഫാക്ട് പോയിന്റ്സ് ഉണ്ടാവും, കുറേ ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും, കഥകൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏതൊക്കെ വേണം എന്ന് നമ്മൾ എഴുതി അറേഞ്ച് ചെയ്യണം. സോ ഇതിനൊക്കെയുള്ളൊരു പ്ലാനിങ് ഫേസ് ഉണ്ടല്ലോ. ഈ പ്ലാനിങ് ഫേസ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാനിനെ സ്റ്റിക്ക് ചെയ്താൽ മതി, ഈ പ്ലാനിനെ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി എഴുത്തിൽ. അല്ലാത്ത പക്ഷം എന്ത് പറ്റും, നമ്മളൊരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു എസ്സേ എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതുന്ന മുറയ്ക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിൽ വരും. നമ്മൾ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും. കാര്യം ഐഡിയ ചിലപ്പോൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എഴുതുമ്പോഴായിരിക്കും മനസ്സിലാവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റും. അപ്പോൾ ഹാഫ് ആൻ അവർ സ്ട്രിക്ട്ലി ഫോർ പ്ലാനിങ് ആൻഡ് ബാക്കി 1 hour ഫോർ റൈറ്റിംഗ്. സോ എഴുതാൻ ആക്ച്വലി ഡിഫിക്കൽട്ടൊന്നുമല്ല, കാര്യം നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും എസ്സേ എഴുതാൻ. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് ഓർ ഐ ബിലീവ് ഇസ് ടു ബി ലൈക്ക് ദാറ്റ് വിൽ yield you റിസൾട്ട്സ്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പലർക്കും നോൺ ഫിലോസഫിക്കൽ എസ്സേ അധികം ബുദ്ധിമുട്ടുണ്ടാകാറില്ല. മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും ഇഷ്യൂസ് പറയുന്നത് ഫിലോസഫിക്കൽ എസ്സേ ആണ്. എങ്ങനെ എൻ്റെ ഐഡിയ മറ്റേ ആൾക്ക് കൺവേ ചെയ്യാം എന്നുള്ളത് എപ്പോഴും ബുദ്ധിമുട്ടാണ്. ആ രീതിയിലോട്ട് ചിന്തിക്കുക എന്നുള്ളത് പലർക്കും വരുന്ന ഓട്ടോമാറ്റിക്കലി വരാറില്ല. അപ്പോൾ ഫിലോസഫിക്കൽ എസ്സേ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യനാണ്. കാരണം പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 years ബാക്ക് വി ഹാഡ് ഒരു ആംപിൾ ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് ഒരു ആംപിൾ ഷെയർ വെൻറ്റ് ടു ഫിലോസഫിക്കൽ, അതുപോലെ തന്നെ നോൺ ഫിലോസഫിക്കലിന് ഒരു ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരിക. കൂടുതലും ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ ഫിലോസഫിക്കൽ എസ്സേ എഴുതാൻ അറിഞ്ഞുകൂടാതെ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോയിട്ട് കാര്യമില്ല. പലപ്പോഴും ഞാൻ കാണുന്നത് ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പോകുന്ന ആൾക്കാരടക്കം ചെയ്തു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി എക്സാമ്പിൾസ് വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. സോ അതല്ല വേണ്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ അങ്ങനല്ല എന്നല്ല, അതും വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷനിൽ ഒരു ഐഡിയ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫിലോസഫിയെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ടു ഡു. ബിക്കോസ് അവർ ഇവാലുവേറ്റേഴ്സ് എന്താണ് ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഫിലോസഫി മനസ്സിലായോ, ആ ഫിലോസഫിയുടെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കിയോ, ഫിലോസഫിയുടെ പല ഡയമെൻഷൻസ് നിങ്ങൾ കണ്ടോ, ഇതെല്ലാമാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. ഈ ഡയമെൻഷൻസിനെ നമ്മൾ എഴുതിയതിന് ശേഷം അതിനെ അവർക്ക് റിലേറ്റബിൾ ആക്കി കൊടുക്കാനാണ് എക്സാമ്പിൾ യൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ എക്സാമ്പിളിലൂടെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഫിലോസഫറായി മാറുക എന്നുള്ളതാണ്. ഈ ഫിലോസഫിയെ നമുക്ക് മനസ്സിലായെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ആ ഫിലോസഫിയെ കാണുന്നത്, ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ്. ആ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡയമെൻഷൻസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ആദ്യത്തെ 3-4 പാരഗ്രാഫിൽ ഈ ഫിലോസഫിയെ വ്യക്തമായി വായനക്കാരന് പരിചയപ്പെടുത്തി കൊടുക്കുക. വ്യക്തമായി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ടൂൾസ് യൂസ് ചെയ്യുക. സ്മോൾ സെൻറ്റൻസ്, എക്സ്പ്രസീവ് റൈറ്റിംഗ്, നമ്മുടെ മനസ്സിലുള്ള ആശയം അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു കൊച്ചു പയ്യൻ വായിച്ചാൽ പോലും, അതായത് ഒരു 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻറ്റ് വായിച്ചാൽ പോലും അവർക്ക് അയാൾക്ക് മനസ്സിലാവണം. അത്ര സിമ്പിളായിട്ട് എസ്സേ എഴുതണം. അപ്പോൾ ദാറ്റ് ഇസ് ടു ബി ഡൺ ഇൻ ദി ഇനിഷ്യൽ ഫേസ്. അപ്പോൾ അതിനു മുമ്പ് പലപ്പോഴും ഫിലോസഫിക്കൽ എസ്സേസിന് പറ്റുന്നൊരു പ്രശ്നം, ഫിലോസഫിയെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം അല്ലേ. അപ്പോൾ ഈ വ്യാഖ്യാനം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഇവാലുവേറ്റർക്ക് അറിയത്തില്ല. അയാൾ വായിച്ചു തുടങ്ങി കുറേ കഴിയുമ്പോഴേ അയാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കരുത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ എസ്സേയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ തീസിസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊക്കെ എസ്സേ എഴുതുന്ന ഫേസിലെങ്കിലും അത് എഴുതുന്നത് നല്ലതാണ്. സോ ദാറ്റ് നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. മാത്രമല്ല വായിക്കുന്ന ഇവാലുവേറ്റർക്കും ഓക്കെ ഇദ്ദേഹം എന്താണ് ഇതിനകത്ത് എഴുതാൻ പോകുന്നത്, ഞാൻ ഈ എസ്സേ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവും. സോ ദാറ്റ് അയാൾക്ക് ആ ത്രെഡ് പിടിച്ച് വന്നാൽ മതി. കാര്യം ഫിലോസഫി എങ്ങനെയൊക്കെ ചെയ്യാം, പല രീതിയിലും പല ആൾക്കാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ റൂട്ട് എന്താണ്, നമ്മുടെ പോകുന്ന വഴി എന്താണെന്നുള്ളത് ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അബ്സ്ട്രാക്റ്റും കൂടെ എഴുതുക. പിന്നെ അതിനുശേഷം അബ്സ്ട്രാക്റ്റ് എഴുതുന്നു, ഈ ഫിലോസഫി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം റിലവൻറ്റ് എക്സാമ്പിൾസ് കൊടുത്ത് അതിനെ ക്ലാരിറ്റി കൂട്ടുന്നു, ഓർ നമ്മളതിനെ എലിവേറ്റ് ചെയ്യുന്നു, ഐഡിയാസിനെ എലിവേറ്റ് ചെയ്യുന്നു. ഫൈനലി ഒരു റെട്ടറിക് സ്റ്റേറ്റ്മെൻറ്റ്, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എൻഡ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട്, ഇത് ഞാനിപ്പോൾ വളരെ ടൈറ്റാക്കി പറഞ്ഞതാണ്. ഓരോരുത്തും ഓരോ പ്രോസസ്സുണ്ട്. ഇൻട്രൊഡക്ഷന് കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ബോഡി പാർട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ ടെക്നിക്കൽ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കൺക്ലൂഷനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2-3 പാരഗ്രാഫ്സിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിച്ചാൽ മതി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കഴിയുമ്പോഴാണ് ഒരു പ്രോപ്പർ നല്ലൊരു ലിറ്റററി വർക്ക് നമുക്ക് കിട്ടുന്നത്.
എസ്സേസിൽ നമുക്ക് എപ്പോഴും എല്ലാവരും ആസ്പയർ ചെയ്യുന്ന കാര്യമാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഒരു എസ്സേ മറ്റുള്ളവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ തോട്ട് പ്രോസസ് ആണല്ലോ അവിടെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, സി നമുക്ക് ഒരു ആശയത്തെപ്പറ്റി ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫാക്റ്റ് വേണം, ഡേറ്റ വേണം. അപ്പോൾ ഒരു എസ്സേ എന്ന് പറയുന്ന എസ്സേയുടെ ഒരു ചോദ്യം ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ ഫിലോസഫി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോളജ് വേണം അതിനെപ്പറ്റി. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റിലൂടെയും നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾസിലൂടെയും അതിൻ്റെ സിംപ്ലിസിറ്റിയിലൂടെയുമാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് വായിച്ച ഒരു ടോപ്പറുടെ പേപ്പറാണ്. നമ്മുടെ വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻ ടു യു എന്നൊരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജേണി ആണോ അതോ എൻഡ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ടോപ്പേഴ്സ് എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാകും, ആസ്പിറൻസും വായിച്ചിട്ടുണ്ടാകും എസ്സേ. സോ ആ എസ്സേ എഴുതിയിരിക്കുന്ന ആൾ ഹീസ് എ ടോപ്പർ. അദ്ദേഹം എഴുതിയിരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര റിലേറ്റബിളായിട്ട് ഉള്ള കണ്ടൻറ്റാണ്. അപ്പോൾ അങ്ങനെ റിലേറ്റബിൾ ആക്കിക്കൊണ്ട് സിമ്പിളായിട്ട് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ ഡിഫിക്കൽട്ടായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പോലും സിമ്പിളാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ഹാവ് വൺ. അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. പിന്നെ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മുടെ എസ്സേ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ എഴുതുന്ന ആശയത്തിൽ നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് താനേ സ്റ്റാൻഡ് ഔട്ട് ആയിക്കോളും. അതായത് വായനക്കാരന് നമ്മൾ പറയുന്ന ആശയം ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഹ്യൂമൻസ് ആർ ഇൻഹറൻ്റ്ലി ഗുഡ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് എത്ര പേര് അംഗീകരിക്കും? ഹ്യൂമൻസ് ആർ ഇൻഹറൻ്റ്ലി ഗുഡ്. അത് ചിലർ അങ്ങനെയല്ല, ഹ്യൂമൻസ് ഇൻഹറൻ്റ്ലി ഗുഡ് അല്ല എന്ന് പറയാം, ഹ്യൂമൻസ് ഇൻഹറൻ്റ്ലി ഗുഡ് ആണെന്ന് പറയാം. ചിലർ പറയും സൊസൈറ്റിയുടെ ഒരു പ്രഷർ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. ചിലർക്ക് പറയാം അങ്ങനെയല്ല, ഇരുട്ട് ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തനി സ്വഭാവം വെളിയിൽ വരും എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് നമ്മുടെ വായനക്കാരൻ്റെ ചിന്താഗതി ചിലപ്പോൾ ഹ്യൂമൻസ് നല്ലതല്ല എന്നായിരിക്കാം. അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് നല്ലതാണ് എന്ന് ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് വായനക്കാരൻ്റെ ഐഡിയയിൽ നിന്ന് വിഭിന്നമാണല്ലോ. അപ്പോൾ എൻ്റെ ഐഡിയ അയാളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ ഐഡിയയ്ക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ മതി. അതിന് ഞാൻ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്. ജനിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് കള്ളം അറിയാമോ? ഇല്ല. കുഞ്ഞ് മോഷ്ടിക്കുമോ? കുഞ്ഞ് ദ്രോഹിക്കുമോ? കുഞ്ഞെന്ന് പറയുന്നത് നിഷ്കളങ്കത്വത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ജനിക്കുന്ന കുഞ്ഞ് ഹ്യൂമനാണ്, സൊസൈറ്റിയാണ് അവനെ പിന്നെ മോൾഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ജനിക്കുന്ന കുഞ്ഞ് ശരിക്കും പാവമാണല്ലോ. ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് എടുക്കുമ്പോഴേക്കും ഞാൻ വാലിഡേറ്റ് ചെയ്യാൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റഡി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ സൈഡിലേക്ക് മാറിയില്ലേ അല്ലേ? സോ ബേസിക്കലി ഐഡിയ എന്ന് പറയുന്നത് ക്ലാരിറ്റി കൂട്ടിയാൽ താനേ സ്റ്റാൻഡ് ഔട്ട് ആവും. വായനക്കാരനെ കൺവിൻസ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. എസ്സേക്ക് മാർക്ക് മേടിക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടില്ല. അതുപോലെ എസ്സേയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വ്യൂവിൽ എഴുതിയാലും ലാസ്റ്റ് നമ്മളൊരു ആൻറ്റി വ്യൂ കൊടുക്കണം, ആൻറ്റിതീസിസ് കൊടുക്കണം എന്നുള്ളത്. അത് നിർബന്ധമാണോ? ചിലപ്പോൾ പല എസ്സേയിലും നമുക്കത് എടുക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആൻറ്റി വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു എസ്സേയിൽ? ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻറ്റിതീസിസ് കൊടുക്കാൻ പറ്റണം എന്നില്ല. ചില ചോദ്യങ്ങൾക്ക് ആൻറ്റിതീസിസ് കൊടുക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഞാനത് പറയാം. ഇപ്പോൾ ഓണസ്റ്റി ഇസ് ദി ബെസ്റ്റ് വിർച്യൂ എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അതാണ് എസ്സേയുടെ ടോപ്പിക് എന്ന് വയ്ക്കും. നമുക്ക് ഓണസ്റ്റിയെ പറ്റി പറയാം. ഓണസ്റ്റി നല്ലതാണ്, ഓണസ്റ്റിയുടെ പല ഡെപ്സ് പോകാം, ഓണസ്റ്റിയുടെ പല ലെയേഴ്സ് ഉണ്ട്. അതായത് സത്യസന്ധമായിട്ട് പബ്ലിക്കിൽ പെരുമാറുന്നത്, നമ്മൾ ബീങ് ഓണസ്റ്റ് ടു അവർ സെൽഫ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്, അതൊക്കെയാണ് ഡയമെൻഷൻസ് കേട്ടോ. ബീങ് ഓണസ്റ്റ് ടു വൺ സെൽഫ്, ബീങ് ഓണസ്റ്റ് ഇൻ ദി സൊസൈറ്റി, ബീങ് ഓണസ്റ്റ് ടു വാട്ട് എവർ വി ഡു, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റിയും ഓണസ്റ്റിയും തമ്മിൽ ടൈഡായിരിക്കുന്നത് എങ്ങനെ, അങ്ങനെയുള്ള ഡയമെൻഷൻസിലേക്കൊക്കെ പോകാം. ദാറ്റ് ഇസ് വൺ എന്താണ് ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നൊരു പെർസ്പെക്റ്റീവ്. അതാണ്. ഇനി ഇതെല്ലാം പറയുമ്പോഴേക്കും ഓണസ്റ്റിയാണ് ഞാൻ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ആൻറ്റിതീസിസ് എന്ന് പറയുന്നത് ഓണസ്റ്റിയാണ് ദി ബെസ്റ്റ് വിർച്യൂ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം ഓണസ്റ്റി മാത്രമല്ല ബെസ്റ്റ് വിർച്യൂ, പല വിർച്യൂസ് ബെസ്റ്റ് ഉണ്ട്, അതിലൊന്നാണ് ഓണസ്റ്റി. ഓണസ്റ്റിയേക്കാൾ മഹനീയമായ വിർച്യൂസും ഉണ്ട്. എംപതി, അതിലും ബെറ്റർ ആയിട്ടൊരു വിർച്യൂ ഉണ്ട്. സോ നമുക്കൊരു കമ്പാരിസൺ ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് എനിക്ക് എടുത്തൂടെ? അതൊരു ആൻറ്റിതീസിസായിട്ട് വർക്ക് ചെയ്യത്തില്ലേ? എംപതി എന്നുള്ള സാധനം വരുമ്പോൾ ചില ആൾക്കാരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ ചില കള്ളങ്ങൾ മഹാന്മാരടക്കം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഞാനത് എക്സാമ്പിളിഫൈ ചെയ്താൽ മതി. അവിടെ എക്സാമ്പിൾ കൊടുത്ത് അതിനെ റിലവൻ്റ് ആക്കി ആൾക്കാർക്ക്, വായിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കി കൊടുത്താൽ പോരെ. സോ
ആൻറ്റിതെസിസ് നമ്മൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു ഐഡിയ പറയുമ്പോഴേക്കും ആ ഐഡിയയ്ക്ക് വിഭിന്നമായ ഒരു ആശയം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയുന്നതാണ് ആൻറ്റിതെസിസ് എന്നുള്ളൊരു ഐഡിയ. സോ അത് ചില ചോദ്യങ്ങളിൽ നമുക്ക് നന്നായിട്ട് അത് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഹിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുവാണെങ്കിൽ ഹിറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എസ് എ എന്ന പേപ്പറിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ എസ് എ ഒരു ഹൈ സ്കോറിംഗ് പേപ്പറാക്കി മാറ്റാം എന്നുള്ള കുറച്ച് ആസ്പെക്ട്സ് ആണ്. അടുത്ത സെഷനിൽ എസ് എയുടെ ടെക്നിക്കൽ സൈഡിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിതിൻ ചക്രവർത്തി സാറിന് നന്ദി.